പ്രജിതയുടെ നെറ്റിയിൽ ചന്ദനമുണ്ട്, ബിന്ദിയുണ്ട്. നാളെ മുതൽ ജോലിക്ക് വരണ്ട. ഒന്നെങ്കിൽ ഇത് മായ്ച്ചിട്ട് വരണം. അതെന്ത്? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ത്യയിൽ ഒരു ചെറിയ സംരംഭം തുടങ്ങി. 2001 ഡൽഹിയിൽ ആരംഭിച്ചതാണ്. 3 ചെറുപ്പക്കാരാണ് തുടങ്ങിയത്. പീയൂഷ് ബൻസാൽ, അമിത് ചൗധരി, സുമിത് കപാഹി. ഇവർ 3 പേര് തുടങ്ങിയ സംരംഭത്തിൻ്റെ പേരാണ് ലെൻസ്കാർട്ട്. കണ്ണട. ആദ്യം പരസ്യം നിങ്ങൾ ഒരു കണ്ണട വാങ്ങിച്ചാൽ ആ വിലയ്ക്കുള്ള മറ്റൊരു കണ്ണട ഫ്രീ. വലിയ തോതിൽ മാർക്കറ്റ് ഉണ്ടാക്കി. ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് 2600 ഷോപ്പുകളുണ്ട്. 2600 ഷോപ്പുകളുണ്ട്. 10,000 ജീവനക്കാരുണ്ട്. ഇത്ര 10,000 ജീവനക്കാർ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ പീയൂഷ് ബൻസാൽ CEO ആയിട്ടുള്ള അയാൾ പറയുകയാണ്, ഒരു സർക്കുലർ ഇറക്കി. എന്താണെന്നറിയോ? സംഭവമൊക്കെ കൊള്ളാം. നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് വരുമ്പോൾ ചന്ദനം തുടരുത്, ബിന്ദി തുടരുത്, കയ്യിൽ ചരടുകൾ തട്ടാൻ പാടില്ല, പക്ഷേ ഹിജാബ് ധരിക്കാം. ഇത് ഈ രാജ്യത്തെ ആരെയും ഞെട്ടിച്ചിട്ടില്ല. കാരണം ഇത് ആർക്കാണ് വിലക്ക്? ചന്ദനം തൊടുന്നത്, ബിന്ദി തൊടുന്നത് എന്ന് വെച്ചാൽ പൊട്ട് കുത്തുന്നത്, കയ്യിൽ ചരടുകൾ കിട്ടുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളായിട്ടുള്ള ജീവനക്കാർ 10,000 പേരിൽ കൂടി വന്നൊരു 6,000 പേരെങ്കിലും ഹിന്ദുക്കളായിരിക്കുമല്ലോ. അവരെന്ത് ചെയ്യണം? ജോലി വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് ലെൻസ്കാർട്ട് എന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ചിരിക്കുന്ന ഈ മനുഷ്യർ എന്ന് ഞാൻ പറയുന്നില്ല, വേറെ എന്തെങ്കിലും പദം പറഞ്ഞായിട്ട് പ്രേക്ഷകരെടുത്തോട്ടെ, അവർ നടത്തുന്ന സ്ഥാപനം പരസ്യമായി പറയുകയാണ്, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ഇവന് 6,653 കോടി രൂപയാണ്. 6,653 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വരുമാനം. അതിൻ്റെ 60% ഹിന്ദു കൊടുത്താണ്. മിനിമം 60%, അല്ലേ? അപ്പോൾ ഹിന്ദുവിൻ്റെ പണം വാങ്ങി തിന്നിട്ട് ഇവൻ വിസർജിക്കുന്നത് എന്താണെന്നോ? ഹിന്ദു വിരുദ്ധത. അപ്പോൾ ഇത് വലിയ വിവാദമായി. വിവാദം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇതുവരെ എന്താണ് അയൻ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ചെറുപ്പക്കാരൻ 380 സ്കൂൾ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ച് നഗ്നചിത്രങ്ങൾ എടുത്തത് കേരളത്തിൽ വാർത്തയായില്ല. TCSലെ മതം മാറ്റ റാക്കറ്റ് അത് അവസാനം ചെറിയ വാർത്തയൊക്കെ കൊടുത്തു, പിന്നെ വിട്ടു. മഹാരാഷ്ട്രയിൽ കത്തുന്ന വിവാദമാണ്. ഹിന്ദു പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ലവ് ജിഹാദ് നടത്തുന്നു. അതിൻ്റെ ഭാഗമായി ഹിന്ദു നാമധാരികളായിരിക്കുന്ന ആളുകൾ നടത്തുന്നൊരു സ്ഥാപനം പറയുകയാണ്, ഞാൻ പ്രജിതയോട് പറഞ്ഞത് നാളെ മുതൽ ചന്ദനം തൊട്ട് കുറി തൊട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നു. അതൊരു വിവേചനമാണ് എന്നുള്ളത് ചർച്ച ചെയ്യുന്നില്ല. അതേസമയം ഇവരുടെ സർക്കുലറിൽ നാളെ മുതൽ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ചർച്ചയാവുന്ന കോലാഹലം. ഇവിടെ ഇവർ ഇടതുപക്ഷക്കാർ, മറ്റവന്മാർ തേങ്ങാക്കൊല മാങ്ങാക്കൊലി എല്ലാം കൂടെ എന്ത് ചെയ്യുന്നറിയോ? ലെൻസ്കാർട്ടിലേക്ക് സമരം നടത്തുമായിരുന്നു. ഇവിടെ വാർത്ത പോലും അല്ല, ഒരു പ്രതിഷേധവും ഇല്ല. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണൻ മന്തി കഴിക്കുന്നതായിട്ട് പോസ്റ്റർ ഉണ്ടാക്കി. ഒരു സ്ഥലത്തല്ല, 6-7 സ്ഥലത്ത്. എന്നിട്ട് യാദൃശ്ചികത എന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും ഡിസൈനർമാർക്ക് അബദ്ധം പറ്റി. മാപ്പ് പറഞ്ഞില്ലേ, തീരില്ലേ? എന്നാൽ പിന്നെ നൂപുർ ശർമ്മയ്ക്ക് മാപ്പ് കൊടുത്തോ? നൂപുർ ശർമ്മ എന്താ പറഞ്ഞ്? നിങ്ങളുടെ കിതാബിലുള്ള കാര്യം പറഞ്ഞേ, ഇല്ലാത്തതല്ല പറഞ്ഞേ. ഉള്ള കാര്യം പറഞ്ഞാൽ നൂപുർ ശർമ്മയ്ക്ക് ഇന്നും മാപ്പ് കൊടുത്തില്ല. നൂപുർ ശർമ്മ 10-15 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ വലയത്തിലായിരുന്നു ജീവിക്കുന്നത്. ലജ്ജ എഴുതിയ തസ്ലീമ നസ്രീൻ അല്ലേ, ഇവിടെ അഭയാർത്ഥിയെ പോലെ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഓടി വന്നിട്ട് പോലീസ് സുരക്ഷയിൽ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? സാത്താനിക് വേഴ്സസ് എന്നുള്ള പുസ്തകം എഴുതിയ ആൾ, അയാളുടെ കണ്ണു പോയില്ലേ? കൊല്ലാൻ പറഞ്ഞിരിക്കുക, മാപ്പ് പറഞ്ഞാൽ തീരുമോ? അപ്പോൾ അതൊന്നും ആസൂത്രിതമല്ല എന്നല്ല, ആസൂത്രിതമാണ്. ഇത് ടെസ്റ്റ് ഡോസാണ്. എങ്ങനെ ഹിന്ദു പ്രതികരിക്കും? പതുക്കെ നമുക്കൊരു ഡോസ് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ഡോസാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, നിഷ്കളങ്കമായി. ഒരു പോസ്റ്ററല്ലേ, ആശംസയല്ലേ? ഒന്ന് പറഞ്ഞിട്ടുണ്ട്, മലബാറിലൊക്കെ ഹിന്ദുക്കൾ വിഷുവിനും കഴിക്കും. എന്താ പിന്നെ ഒരു അപ്പൂപ്പൻ 6 വയസ്സുകാരിയെ മടിയിലിരുത്തിയിട്ട് പന്നിയിറച്ചി ഇടുന്ന ചിത്രം ഇട്ടാൽ ഈ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് ആളുകൾ പോസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴായതുകൊണ്ട് മിണ്ടുന്നില്ല. അല്ലാത്തപ്പോൾ വിവാദമില്ലാത്ത പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇവിടെ വലിയ കോലാഹലം ഉണ്ടാകും. മാതൃഭൂമി ദിനപത്രം കത്തിച്ചില്ലേ, ബഹിഷ്കരിച്ചില്ലേ? അവർക്ക് മാപ്പ് പറയേണ്ടി വന്നില്ലേ? ഇല്ലാത്ത കാര്യം പറഞ്ഞതാണല്ലോ, ഉള്ള ഒരു കാര്യം പറഞ്ഞതല്ലേ. ഒരാളുടെ വിവാഹത്തെക്കുറിച്ച് എത്ര വയസ്സിൽ എത്ര വയസ്സുകാരിയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് എഴുതിയതല്ലേ മാതൃഭൂമി ദിനപത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത്? ഉള്ളത്, നടന്നത്, ചരിത്രത്തിലുള്ളത് പറഞ്ഞത്. ഇപ്പോൾ ചരിത്രത്തിലുള്ളടത്തും ഉണ്ണികൃഷ്ണൻ ബിരിയാണി കുഴിമന്തി കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല.
ഇതൊരു ഒരു 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 ടെസ്റ്റ് ഡോസാണ്. ഹിന്ദുക്കൾ എങ്ങനെ പ്രതികരിക്കും, നാളെ ഇതിലും ഭീകരമായൊരു ആക്രമണം. ഇതൊന്നും അബദ്ധമൊന്നുമല്ല, മാപ്പ് പറഞ്ഞ് തരേണ്ട കാര്യം. ഇതൊരു ഒരു പ്ലാൻ ചെയ്തിട്ട് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പറയുക അതിപ്പോൾ ആ ഹോട്ടലുകാർക്കെതിരെ അത് തീർന്നു. നാളെ അന്ന് ഞാൻ പ്രതിയോട് പറഞ്ഞതുപോലെ ചില പ്രേക്ഷകർക്ക് വിഷമമുണ്ടായി, പ്രതിയോട് അങ്ങനെ പറയേണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് പ്രതിയല്ല, ഇവിടുത്തെ ശരാശരി ഹിന്ദുവിനെയാണ്. ഈ മന്തിക്കടയുടെയൊക്കെ മുന്നിൽ 2 ദിവസം ഹിന്ദു പോയി ജന്തുക്കളെ പോലെ ക്യൂ നിന്ന് തിന്നും. അതുപോലെയാണ് ഈ ലെൻസ് കാർട്ടിൻ്റെ കാര്യം. ഒരു കണ്ണട മേടിക്കും പുറത്തോടെ കിട്ടുന്നത്, അത് പോട്ടെ, അവർ നമ്മുടെ ആളുകൾ, അത് എന്നെ അല്ലല്ലോ, എന്നോടല്ലല്ലോ പറഞ്ഞത്. കുറി എന്നാൽ പിന്നെ ഇവർ പറയണം, ചന്ദനക്കുറിയിട്ട് പൊട്ടുകുത്തി കയ്യിൽ ചരട് കെട്ടി ഒരൊറ്റ കസ്റ്റമറും എൻ്റെ കടയിൽ വരില്ല എന്ന് പറയണം. അപ്പോൾ അത് തൻ്റെ ഇടം എന്ന് പറയാം. പക്ഷേ ചന്ദനക്കുറി ഇടുന്നവൻ്റെ, പൊട്ടുകുത്തുന്നവൻ്റെ, കയ്യിൽ ചരട് കെട്ടുന്നവൻ്റെ കാശ് വേണം. എന്നാൽ ഞാൻ കാശ് തരാൻ ഉദ്ദേശിക്കുന്ന ആർക്കാണ്? ജീവനക്കാർക്ക് കാശ് തരാൻ വേണമെങ്കിൽ ചന്ദനക്കുറി പാടില്ല, പൊട്ട് പാടില്ല. അപ്പോൾ ഈ ഒരുപാട് പേര് ഇത് ചർച്ചയാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ. ആനന്ദ രംഗനാഥൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആനന്ദ രംഗനാഥൻ സോഷ്യൽ മീഡിയയിലെ വളരെ പ്രശസ്തമായ പോസ്റ്റുകൾ ഇടുന്ന, പ്രതികരിക്കുന്ന, ശ്രദ്ധേയമായ അഭിപ്രായങ്ങൾ പറയുന്നത്. ആനന്ദ രംഗനാഥൻ ചോദിച്ചു, മിക്കവാറും പീയൂഷ് ബൻസാലാണെന്ന് തോന്നുന്നില്ല ലെൻസ് കാർട്ടിൻ്റെ ഉടമസ്ഥൻ. ആയിരിക്കാം. 2-3 ഹിന്ദു നാമധാരികളെ ബിനാമിയാക്കി വെച്ചുകൊണ്ട് ആരാണ് ലെൻസ് കാർട്ടിൻ്റെ ഉടമകൾ എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബിന്ദിക്ക് പകരം ഹിജാബ് ഇട്ട് വരില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യം അങ്ങനെ പ്രതികരിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെയൊക്കെ ചുറ്റുവട്ട് കൊണ്ടുവന്ന് ഈ ലെൻസ് കാർട്ട് എന്ന് പറയുന്നവർ അവിടെ പോയി അവിടുന്ന് സാധനങ്ങൾ വാങ്ങുന്നവൻ ആലോചിക്കണം, ഹിന്ദുവിനെതിരാണ് സ്ഥാപനം. ഹിന്ദുവിൻ്റെ ഒരു ആചാരവും സമ്മതിക്കില്ല, വിശ്വാസം ഒരു ചരട് പോലും കെട്ടാൻ. നാളെ പറയും മലയ്ക്ക് പോകാൻ മാലയിട്ടാൽ ജോലിക്ക് വരാൻ പറ്റില്ല എന്നിവർ പറയും, അല്ലേ? ഉറപ്പായിട്ടും പറയും. അപ്പോൾ തട്ടയിടാൻ മാത്രം അനുവാദം, ബാക്കിയുള്ളത് പറ്റില്ല എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യമൊന്നും ആയിട്ടില്ല. ഇസ്ലാമിക രാജ്യം, അപ്പോൾ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ലെൻസ് കാർട്ട്. അപ്പോൾ പീയൂഷ് ബൻസാൽ പരസ്യമായിട്ട് മാപ്പൊക്കെ പറഞ്ഞത് അതെ, ഞങ്ങളൊരു ഇൻറ്റേർണൽ ട്രെയിനിങ്ങിന് വേണ്ടി ഇറക്കിയ സർക്കുലറാണ്, അത് കാലഹരണപ്പെട്ടതാണ്. അപ്പോഴും പ്രശ്നമുണ്ടല്ലോ, ഇൻറ്റേർണൽ ട്രെയിനിങ്ങിന് ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ നിശ്ചയിച്ചുകൊണ്ടാണോ നിങ്ങൾ ട്രെയിനിങ് ഇറക്കുന്നത്? അത് ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞ് ഒഴിവാൻ പറ്റും. അപ്പം നിങ്ങൾ ട്രെയിനിങ്ങിന് ഇറക്കുമ്പോഴേ ഇത് പഠിപ്പിക്കുന്നുണ്ടെന്നല്ലേ, അത് കാലഹരണപ്പെട്ടു പോയി. അപ്പോൾ പറഞ്ഞ് വീണ്ടും ഈ ബൻസാൽ പുലിവാല് പിടിച്ചു. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇങ്ങനെ ഒരു ഇൻറ്റേർണലായിട്ട് അകത്ത് ഞങ്ങളുടെ ജീവനക്കാർ മാത്രം അറിയാനുള്ള, അതേ നിങ്ങളുടെ ജീവനക്കാർ മാത്രം അറിയാനാണെന്ന് നിങ്ങൾ നോട്ട് വെച്ചിട്ട് പുറത്ത് ബോർഡ് വെക്കത്തില്ല, ഞങ്ങളുടെ ജീവനക്കാരോട് ഹിജാബ് മാത്രമേ ഇടാവുള്ളൂ, വേറൊന്നും ഇടാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ നോട്ടീസ് വെക്കത്തില്ല, നിങ്ങൾ ഇൻറ്റേർണലായിട്ട് നിങ്ങളുടെ ജീവനക്കാർക്കെതിരെ മാത്രമേ സർക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, 8/4/2026 എന്ന് വെച്ചാൽ ഈ മാസം 8-ാം തീയതി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ലെൻസ് കാർട്ടിന് പരാതി വന്നിട്ടുണ്ട്. അവിടെ പൊട്ടുതൊട്ട ഒരു ജീവനക്കാരിക്ക് ലോ റേറ്റിംഗ് കൊടുത്തു. റേറ്റിംഗ് ഉണ്ട് സെയിൽ അനുസരിച്ചൊക്കെ സ്ഥാപനത്തിൽ. അപ്പോൾ റേറ്റിങ്ങിനൊരു ഘടകമായിട്ട് തൊട്ട് ബിന്ദി തൊട്ട ഒരു സ്ത്രീക്ക് ലോ റേറ്റിംഗ് കൊടുത്തിട്ടു. അപ്പോൾ ബൻസാൽ പറഞ്ഞ കള്ളാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കൂ, നമ്മുടെ ചുറ്റും പതുക്കെ ഇസ്ലാമൈസേഷൻ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ അവർ ആസൂത്രിതമായി ചെയ്യുന്നു. ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ഒരു സർക്കാർ ഉള്ളതുകൊണ്ട് അതിനൊരു തടയുണ്ടാവുന്നു എന്ന് മാത്രം. അതില്ലായിരുന്നെങ്കിൽ എന്താണ്? അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, മോദി ഉണ്ടായിട്ടും ഇതൊക്കെ സംഭവിക്കുന്നോ? മോദി എന്തിനു കൊള്ളാം? മോദി ഉള്ളത് കൊണ്ട് ഇത്രയെങ്കിലും ചെറുക്കാൻ പറ്റുന്നു, മോദി ഇല്ലായിരുന്നെങ്കിലോ? അതല്ലേ ആലോചിക്കേണ്ടത്. മഹാരാഷ്ട്രയിൽ സംഭവം ഉണ്ടായി, BJP എന്തിനു ഭരിക്കുന്നു? BJP ഭരിച്ചുകൊണ്ട് കേസെടുത്തു, അല്ലേ? TCSലെ സംഭവം, നാസിക്കിലെ സംഭവത്തിൽ കേസെടുത്തു, മറ്റേ അയാൻ്റെ കേസിൽ കേസെടുത്തു, അറസ്റ്റിലായി. പക്ഷേ ഇതേ സംഭവം 25-26 വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിലെ അജ്മീറിൽ നടന്നു. ചിസ്തി കുടുംബം, അജ്മീർ ദർഗയുടെ ചുമതലക്കാരായ ചിസ്തി ഫാമിലിയിൽപ്പെട്ടവർ 500ഓളം സ്കൂൾ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കേസ് 25 വർഷം കഴിഞ്ഞിട്ടാണ് അവരെ ശിക്ഷിച്ചത്. 25 വർഷം. 500 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസ് ശിക്ഷിച്ച് 25 വർഷം കഴിഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണെന്നറിയോ? കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നത് അവിടെ. അവസാനം BJP സർക്കാർ വന്നപ്പോഴാണ് അവരെ ശിക്ഷിച്ചത്. അപ്പോൾ BJP സർക്കാർ വന്നില്ലെങ്കിൽ എന്തായിരിക്കും? അല്ലാതെ BJP കൊണ്ടൊന്നും പറ്റത്തില്ല, ഒരു ഹിന്ദു പാർട്ടി വേറെ ഉണ്ടാക്കണം എന്ന് പറയുന്നവരോട് പോയി ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഈ പാർട്ടി ഉള്ളതുകൊണ്ടാണ്, ഈ പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ്. അതിനെ അംഗീകരിക്കാതെ ദുഷിപ്പ് പറയുന്നവരുടെ ലക്ഷ്യം വേറെയാണ്. അവർ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടവരല്ല. അത് ഇപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് ഇച്ചിരി ക്രൂരമായിരിക്കാം, എന്നാൽ പോലും അങ്ങനെയല്ല. നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം.
ഇപ്പോൾ മോദിയെ കുറ്റം പറയുക, BJP സർക്കാർ ഭരിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുക, അതല്ലല്ലോ BJP സർക്കാർ. അതാണ് ഞാൻ അജ്മീറിൻ്റെ കാര്യം പറഞ്ഞത്. അജ്മീറിൽ 25 വർഷം കഴിഞ്ഞ് BJP സർക്കാർ വരേണ്ടി വന്നു പ്രതികളെ ശിക്ഷിക്കാൻ. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ കണ്ടെത്താൻ പറ്റുന്നുണ്ട്, ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിനും വഴങ്ങാതെ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. UP-യിലാണെങ്കിൽ അവരെയൊക്കെ പിടിച്ച് കല്ലും വെടിവെക്കുന്നുണ്ട്. ഇല്ലേ, ഇത്രയും ചെയ്യുന്നില്ലേ? അപ്പോൾ ഏതായാലും ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളെ കേരളത്തിലെ മതേതരവാദികൾക്ക് വലിയ സന്തോഷമായിരിക്കും. കാരണം ഹിന്ദുവിനെതിരെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നവരെ നിർദ്ദേശിക്കുന്നവരെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഹിന്ദുക്കൾ കേരളത്തിൽ ബാക്കിയുണ്ടെങ്കിൽ ഓർത്തു വയ്ക്കണം, ഈ സ്ഥാപനത്തിൻ്റെ പേര് ഓർത്തു വെക്കണം. ഇങ്ങനെയുള്ള ഓരോരുത്തരെയും ഓർത്തു വെക്കണം. ഏതെല്ലാം സ്ഥാപനങ്ങളാണ് ഉണ്ണിക്കണ്ണനെ കുഴിബന്തി തീറ്റിച്ചത്, ആ സ്ഥാപനങ്ങളുടെ പേര് ഓർത്ത് വെക്കണം. 10 പേരെങ്കിൽ 10 പേർ, 10 പേരൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഹിന്ദു എന്ന് പറയുന്ന ഈ സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തിന് ഒരു നാണവും മാനവും ഇല്ലാത്തവരാണ്. അവർ പോയി കോൺഗ്രസിനും CPM-നും വിടുപണിയും ഒരു ഉളുപ്പുമില്ലാതെ മതമാണ് പ്രശ്നമെന്ന് പറയുന്ന പാർട്ടിയുടെ കൊടി നിറത്തിൽ ഒരു മതത്തിൻ്റെ നിറമുള്ള ആ പച്ചക്കൊടി ഒരു മതത്തിൻ്റെ നിറമാണ്. അതിലുള്ള ചന്ദ്രക്കലയും നക്ഷത്രവും ഒരു മതത്തിൻ്റെ ചിഹ്നമാണ്. പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. ആ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് പോലും വോട്ട് ചെയ്യാൻ മടിയില്ലാത്ത ഹിന്ദു നാമധാരികളുള്ളപ്പോൾ ഇതും സംഭവിക്കും, ഇതിനപ്പുറത്തും സംഭവിക്കും. ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രജിത ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, എൻ്റെ മോള് വലുതായി വരുമ്പോൾ എങ്ങനെ ഈ രാജ്യത്ത് ജീവിക്കുന്നത്, അല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ഷൂട്ട് ചെയ്യും മുമ്പ് നമ്മുടെ പ്രജിത എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങണം. നിങ്ങളുടെ മക്കൾ എങ്ങനെ ഒരു 15-20 വർഷം കഴിയുമ്പോൾ ഈ നാട്ടിൽ ജീവിക്കും? ഇപ്പോൾ ഒന്നിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ചെറുത്തില്ലെങ്കിൽ അവർ വരും, നിങ്ങളുടെ വാതിലിൽ മുട്ടി വിളിക്കും. ഒന്നുകിൽ ജസ്സിയെ ചോദിക്കും, അല്ലെങ്കിൽ മതം മാറാൻ പറയും, അല്ലെങ്കിൽ കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് പറ്റിയതുപോലെ വീട് വിട്ടിറങ്ങി പോകൂ, അല്ലെങ്കിൽ കൊല്ലുമെന്ന് പറയും. നിങ്ങൾ പോവില്ല. അപ്പോൾ നിങ്ങളെ തേടി ഒരു വെടിയുണ്ട, ഒരു കഠാര, ഒരു ശൂലം, ഒരു കുന്തം ഒക്കെ തേടി വരും. എന്നിട്ടവർ നമ്മളെ നോക്കി പറയും ശൂലം ഭ്രൂണം എന്നൊക്കെ കളവ് പറയും. അത് ശൂലത്തിൽ കുത്തി ഭ്രൂണം പുറത്തെടുത്തിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? കേരളത്തിലാണല്ലോ അത് ഏറ്റവും കൂടുതൽ പറയുന്നത്. 1921 മലബാറിൽ വാരിയൻ കുന്നൻ്റെ നേതൃത്വത്തിൽ ഗർഭിണിയുടെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുത്തിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ. അതുകൊണ്ടാണ് കേരളത്തിലുള്ളവർക്ക് ശൂലം ഭ്രൂണം എന്നൊക്കെ പറയാൻ ഇഷ്ടം. കേരളത്തിൽ അവർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും പറയുന്നുണ്ടല്ലോ 21 കത്തി കടലിൽ കളഞ്ഞിട്ടില്ല എന്ന്. ഇപ്പോഴും കഴിഞ്ഞ വർഷമല്ലേ വിളിച്ചത് കുന്തിരിക്കം അവിലും മലരും വാങ്ങി വെച്ചോളൂ. അവരൊക്കെ ഈ നിർബാധം നമ്മുടെ ചുറ്റിനുമുണ്ട്. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായി മതേതരവാദികളായി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ കാശ്മീർ ഒരു പാഠമായി അനുഭവമായി അധികം വൈകാതെ വരും.